ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ തിരൂർ തന്നെയുള്ള പ്രകൃതി രമണീയമായ നൂറിലേക്ക് എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കുട്ടികളായിട്ട് എക്സാമിന് കൊണ്ടുപോയിന് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തതാണിത്. ഇത് ഫുള്ളാക്കി എല്ലാവരും കാണുക, കാരണം അത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതവിടെ മീൻ വളർത്തലൊക്കെ ഉണ്ട്. ഒരു കുളത്തിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് മുളക്കൂട്ടങ്ങളും മുളകളാണ്, ഫുള്ളും മുളകൾ കൊണ്ട് ഒരു അലങ്കരിച്ചൊരു സ്ഥലമാണ് നൂർ ലേക്ക് എന്ന് പറഞ്ഞത്. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഏത് കാണാത്ത ആരുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ട് നോക്കിയേണ്ടി. ടിക്കറ്റിന് അവിടെ 50 രൂപയാണ്. ഞങ്ങൾക്ക് ടിക്കറ്റിനൊന്നും ചാർജ് ആയിട്ടില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികളായിട്ട് പോയതല്ലേ. അപ്പോൾ ടാലൻ്റ് എക്സാം അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോൾ കുട്ടികളൊക്കെ അവർ സാറുമാർ ഓരോ എക്സാമിന് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ അവിടെ വെറുതെ അങ്ങനെ ഇരിക്കണ്ടല്ലോ. അപ്പം നമുക്ക് ഇഷ്ടക്കണക്കിന് ഏക്കറ കണക്കിന് സ്ഥലമുണ്ട് നൂർ ലേക്കിൽ. അപ്പം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയാണ്ടി. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ആരും സ്കിപ്പ് ചെയ്യരുത്. അത്രയും നമുക്ക് പ്രകൃതി രമണീയമായ സ്ഥലം കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വലിയ തടാകമാണ്, ഫുള്ളും തടാകമാണ്. തടാകത്തിൻ്റെ ഒരു നടുക്കായിട്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ചുറ്റുഭാഗം അപ്പുറം ഇപ്പുറമൊക്കെയായിട്ട് വെള്ളങ്ങളാണ്. പിന്നെ വലിയൊരു തടാകം തന്നെ ഉണ്ട് ബോട്ട് സർവീസ് നടത്തുന്ന. ഞങ്ങൾ ചെന്ന അന്ന് സർവീസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങൾ ഇരിക്കാനും, അതേപോലെ കെട്ടിയുണ്ടാക്കിയ പാലങ്ങളും, പിന്നെ ടയർ വെച്ചിട്ടുള്ള ഊഞ്ഞാൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഞങ്ങളെ എക്സാം നടക്കുന്ന സ്ഥലം. ഈ കുളത്തിൽ ഫുള്ള് മീനാട്ടോ, നിറയെ മീനുകളാണ്. കളർ ഐറ്റംസാണ്, കളറുള്ള മീനുകളാണ്, വളർത്തുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റൂല.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ എക്സാം കഴിഞ്ഞ് തിരിച്ച് പോവാണ് കേട്ടോ.